ഇമിറ്റേഷൻ, ലേണിംഗ് സെറ്റ് ലേണിംഗ്, ഇംപ്രിൻറ്റിംഗ്. ഈ 3 ലേണിംഗ് മെക്കാനിസത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇമിറ്റേഷൻ എന്ന് പറയുന്ന ലേണിംഗ് മെക്കാനിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യാം. അപ്പോൾ ആ പേര് പറയുന്നത് പോലെ തന്നെ ഹിയർ an individual learns to do something by watching or sensing what another animal is doing. അപ്പോൾ മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ സെൻസ് ചെയ്തിട്ട് അതേപോലെ തന്നെ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഈ പർട്ടിക്കുലർ ലേണിംഗ് മെക്കാനിസം ഇൻഡിവിജ്വൽസിനെ സഹായിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഒരു ചിന്ത ഇത് ഏർലി സ്റ്റേജസിൽ മാത്രമാണ് വളരെയധികം എഫക്റ്റീവായിട്ട് വരുന്നത് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, എല്ലാ കാലഘട്ടത്തിലും ഓർഗാനിസംസ് മറ്റൊരാൾ ചെയ്യുന്ന കാര്യങ്ങളെ നോക്കി മനസ്സിലാക്കി അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് അതേപോലെയുള്ള ബിഹേവിയറൽ മോഡിഫിക്കേഷൻ സ്വന്തമായിട്ടും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ സ്കില്ല് അക്വയർ ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് ഇമിറ്റേഷൻ എന്ന് പറയുന്ന ലേണിംഗ് മെക്കാനിസത്തിന് ഉണ്ട്. ഇൻസൈഡ് ലേണിംഗ്, ലേറ്റന്റ് ലേണിംഗ്, ഇമിറ്റേഷൻ എല്ലാം കൊഗ്നിറ്റീവ് ലേണിങ്ങിൻ്റെ കമ്പോണൻസ് ആണ്. അപ്പോൾ കൊഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള വളരെ ബ്രോഡായിട്ടുള്ള ഒരു ലേണിംഗ് മെക്കാനിസമാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന കമ്പോണൻസ് ആണ് ഇൻസൈഡ് ലേണിംഗ്, ലേറ്റന്റ് ലേണിംഗ്, അതുപോലെ തന്നെ ഇമിറ്റേഷൻ. ഇപ്പോൾ കൊഗ്നിഷൻ എന്താണെന്ന് ഉള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം. Cognition refers to the processing of information received from the environment through senses. ഇപ്പോൾ സെൻസസ് ഉപയോഗിച്ചിട്ട് എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കൊഗ്നിഷൻ എന്ന് ഉള്ളത്. ഇപ്പോൾ കൊഗ്നിഷന് പലതരത്തിലുള്ള ആസ്പെക്ട്സ് ഇൻവോൾവ് ആയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. കൊഗ്നിഷൻ ഇൻവോൾവ്സ് സെലക്ഷൻ ഓഫ് ഇൻഫർമേഷൻ, then making alteration, then making association, then elaboration, storage, then finally retrieval. അപ്പോൾ കൊഗ്നിഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിനകത്ത് സെലക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്, ആ ഇൻഫർമേഷനെ ഓൾട്ടർ ചെയ്യുന്ന പ്രോസസ്സുണ്ട്, പിന്നെ ആ കിട്ടുന്ന ഇൻഫർമേഷനെ പ്രീവിയസ്ലി എക്സിസ്റ്റിംഗ് ഇൻഫർമേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സുണ്ട്, പിന്നീട് അതിനെയെല്ലാം ഇലാബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സുണ്ട്, ഫൈനലി അതിനെ ബ്രെയിനകത്ത് സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സുണ്ട്, പിന്നീട് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ റിട്രീവ് ചെയ്യുന്ന ആ റിട്രീവൽ എന്ന് പറയുന്ന മെക്കാനിസവും ഇൻവോൾവ് ആണ്. അപ്പോൾ ഇതാണ് കൊഗ്നിഷൻ്റെ ഇൻവോൾവ് ആയിരിക്കുന്ന ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതല്ല നമ്മുടെ മെയിൻ ഫോക്കസ്, ജസ്റ്റ് അതിനെ ഒന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതാണ് ലേണിംഗ് സെറ്റ് ലേണിംഗ്. ആനിമൽ ലേൺസ് ഹൗ ടു ലേൺ ഓർ ലേൺസ് ടു ഇംപ്രൂവ് ഇറ്റ്സ് ലേണിംഗ്. അപ്പോൾ പഠിക്കാൻ വേണ്ടി പഠിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിഹേവിയറൽ മോഡിഫിക്കേഷനാണ് ലേണിംഗ് സെറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ലേണിംഗ് മെക്കാനിസത്തെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് ഒരു ഇൻഡിവിജ്വൽ ഈ പർട്ടിക്കുലർ ലേണിംഗ് മെക്കാനിസം കൊണ്ട് അച്ചീവ് ചെയ്യുന്നത്. ഇപ്പോൾ ലേണിംഗ് സെറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് രണ്ട് ആസ്പെക്ട്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ 2 മേജർ ആസ്പെക്ട്സ്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കുട്ടി ഒരു മാത്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് 2 രീതിയിലാണ് വരുന്നത്. വിൻ സ്റ്റേ ലൂസ് ഷിഫ്റ്റ് സ്ട്രാറ്റജി, പിന്നെയുള്ളത് ലേൺഡ് ഹെൽപ്ലെസ്നെസ്. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മെത്തേഡ്സ് ഈ കുട്ടി അഡോപ്റ്റ് ചെയ്യും. അങ്ങനെ ഫൈനലി അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് കിട്ടും. ആ മെത്തേഡ് അത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ്. സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ഫ്യൂച്ചറിൽ വരുമ്പോൾ സെയിം മെത്തേഡ് തന്നെ അത് റീപ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെയാണ് വിൻ സ്റ്റേ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ മെത്തേഡ് ഉപയോഗിച്ച് വിജയിക്കുകയാണെങ്കിൽ, അതിന് റിസൾട്ട് ഉണ്ടാകുകയാണെങ്കിൽ ആ മെത്തേഡ് അതേപോലെ തന്നെ നിലനിർത്തും. ഇനി പലതരത്തിലുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടും ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ വേറെ മെത്തേഡ്സ് ട്രൈ ചെയ്യും. അതാണ് ലൂസ് ഷിഫ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്.
അങ്ങനെ പല മെത്തേഡ്സ് ട്രൈ ചെയ്ത് അവസാനം അതിന് റിസൾട്ട് കിട്ടുമായിരിക്കും. അപ്പോൾ ആ പർട്ടിക്കുലർ മെത്തേഡ് സ്റ്റിക്ക് ഓൺ ചെയ്യും. അതിനെ അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഫ്യൂച്ചർ കണ്ടീഷൻസിൽ റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ പുതിയ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാണ്. ഫൈനലി അതിന് റിസൾട്ട് കിട്ടുന്ന ആ മെത്തേഡ് വിൻസ്റ്റേ എന്ന് പറയുന്ന ആ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് അതെന്ത് ചെയ്യുന്നു, ഫ്യൂച്ചറിൽ സിമിലർ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോൾ അതേപോലെ തന്നെ അഡോപ്റ്റ് ചെയ്യുന്നു. ഇനി പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഇതിന് ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഓർഗാനിസം മനസ്സിലാക്കുന്നതാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്. എന്നെക്കൊണ്ട് ഈ പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ആ ഓർഗാനിസം കൃത്യമായിട്ട് മനസ്സിലാക്കും. അതാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്. ഇതും ഒരു ലേണിംഗ് സെറ്റ് ലേണിംഗ് മെക്കാനിസമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആസ്പെക്റ്റാണ്. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഓർഗാനിസം അതിനെക്കൊണ്ട് സാധിക്കാത്ത തരത്തിലുള്ള പ്രോബ്ലം സോൾവിങ് അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുന്നു. അപ്പോൾ ലേണിംഗ് സെറ്റ് ലേണിങ്ങിൻ്റെ 2 ആസ്പെക്ട്സ് ആണുള്ളത്. വിൻസ്റ്റേ ലൂഷിപ്പ് സ്ട്രാറ്റജി, ദെൻ ലേൺഡ് ഹെൽപ്ലെസ്നെസ്. ഇനി അടുത്ത ലേണിംഗ് മെക്കാനിസമാണ് ഇംപ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചൈൽഡ്ഹുഡിൽ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ഏർലി സ്റ്റേജസിൽ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ലേണിംഗ് മെക്കാനിസമാണ് ഇംപ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലേണിംഗ് മെക്കാനിസമാണ് ഒരു ആനിമലിന് അതിൻ്റെ മദറുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. ദിസ് പർട്ടിക്കുലർ ലേണിംഗ് മെക്കാനിസം ഈസ് ദ ബേസിസ് ഫോർ ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് ആൻ ആനിമൽ ടു ദ മദർ. ഇംപ്രിൻറ്റിംഗ് എന്ന് പറയുന്ന ലേണിംഗ് മെക്കാനിസത്തെക്കുറിച്ച് വളരെ എക്സ്റ്റെൻസീവായിട്ട് സ്റ്റഡി ചെയ്ത ഒരു സൈക്കോളജിസ്റ്റാണ് കോൺറാഡ് ലോറൻസ്. ലോറൻസിൻ്റെ പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്, ട്രയൽസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ഓർഗാനിസം എന്ന് പറയുന്നത് മല്ലാഡ് ഡക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഡക്സ് ആയിരുന്നു. അപ്പോൾ ആ മല്ലാഡ് ഡക്സിൻ്റെ ബിഹേവിയറൽ സ്റ്റഡീസ് വളരെയധികം ഇലാബറേറ്റ് ആയിട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് കോൺറാഡ് ലോറൻസ്. ഈ ഡക്സിലുള്ള അദ്ദേഹത്തിൻ്റെ വർക്കാണ് ഇംപ്രിൻറ്റിങ്ങിനെ ഇലാബറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ അദ്ദേഹത്തെ സഹായിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മല്ലാഡ് ഡക്സിലുള്ള എക്സ്പെരിമെൻറ്റ്സ്, ട്രയൽസ് ഒക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ന്യൂലി ഹാച്ച്ഡ് ഡക്ലിങ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ ഫസ്റ്റ് മൂവിങ് ഒബ്ജക്ട്സ് ദേ സീ. ഇതാണ് കോൺറാഡ് ലോറൻസിൻ്റെ ട്രയൽസിൻ്റെ, അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റ്സിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മല്ലാഡ് ഡക്സിൻ്റെ ഡക്ലിങ്സ് ഉണ്ടല്ലോ, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ ആദ്യമേ അവർ ഏത് തരത്തിലുള്ള മൂവിങ് ഒബ്ജക്ട്സിനെയാണോ കാണുന്നത് ആ മൂവിങ് ഒബ്ജക്റ്റുമായിട്ട് അവർ അറ്റാച്ച്ഡ് ആയിരിക്കും. അതാണ് അവരുടെ മദർ അല്ലെങ്കിൽ പേരൻറ്റ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കോൺറാഡ് ലോറൻസ് പല രീതിയിൽ ആ ഓർഗാനിസത്തിനകത്ത് ഇംപ്രിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂലി ഹാച്ച്ഡ് ഡക്ലിങ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ ഫസ്റ്റ് മൂവിങ് ഒബ്ജക്ട്സ് ദേ സീ. അപ്പോൾ സാധാരണ രീതിയിൽ നാച്ചുറൽ കണ്ടീഷനിൽ ഈ ഡക്ലിങ്സ് കാണുന്ന മൂവിങ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അവരുടെ അമ്മ തന്നെയാണ്. അപ്പോൾ ആ അമ്മയുമായിട്ട് ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് അവിടെ വെച്ച് ആദ്യമേ തന്നെ അവർക്ക് ഉണ്ടാകുകയാണ്. അപ്പോൾ അവർ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത മൂവിങ് ഒബ്ജക്റ്റ് അവരുടെ അമ്മ തന്നെ ആയതുകൊണ്ട് ആ മൂവിങ് ഒബ്ജക്റ്റുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ, ബോണ്ടിങ്, ബിഹേവിയറൽ മോഡിഫിക്കേഷനായിട്ട് ഉണ്ടാകുകയാണ്. ഇതാണ് എന്നെ കെയർ ചെയ്യുന്ന വ്യക്തി എന്നുള്ളത് ഈ ഓർഗാനിസം മനസ്സിലാക്കി എടുക്കുകയാണ്. ഇത് പല രീതിയിൽ കോൺറാഡ് ലോറൻസ് മോഡിഫൈ ചെയ്തു. ലാബോറട്ടറി റേസ്ഡ് ഡക്ലിങ്സ് വെയർ എക്സ്പോസ് ടു ഡിഫറെൻറ്റ് ഓബ്ജക്ട്സ്. അപ്പോൾ ഈ ആദ്യമേ കാണുന്ന മൂവിങ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പല വസ്തുക്കളാക്കി മാറ്റി കോൺറാഡ് ലോറൻസ്.
അപ്പോൾ ആ വസ്തുക്കൾ എന്ന് പറയുന്നത് ഒരു ടോയ്, ഡക്കിനെ റിസംബിൾ ചെയ്യുന്ന ഒരു മൂവിങ് ടോയ് ഉപയോഗിച്ചു. പിന്നീട് ഒരു കാർഡ്ബോർഡ് കാർട്ടൺ, മൂവിങ് ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് കാർട്ടൺ ഉപയോഗിച്ചു. പിന്നെ ഈ ലോറൻസിൻ്റെ ബൂട്ടുകൾ, അതായത് ലോറൻസ് തന്നെ ഈ എഗ്ഗ് ഹാച്ച് ചെയ്യുന്ന അവിടെ പ്രസൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ബൂട്ടിൻ്റെ മൂവ്മെൻറ്റ് ആണ് ഈ ഡക്ലിങ്സ് ഹാച്ച് ചെയ്തപ്പോൾ ആദ്യമേ കണ്ടത്. പുറത്ത് വന്നപ്പോൾ അവർ ആദ്യമേ കാണുന്നത് ഈ ബൂട്ടിൻ്റെ മൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ലോറൻസിൻ്റെ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഈ തരത്തിലുള്ള നോൺ നാച്ചുറൽ തിങ്സുമായിട്ട് ഈ ഓർഗാനിസത്തെ ഇംപ്രിൻറ്റഡ് ആക്കി എന്നുള്ളതാണ്. അപ്പോൾ മൂവിങ് ആയിട്ടുള്ള ഡക്ക് ടോയ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ആ വീൽസൊക്കെ പിടിപ്പിച്ച ഒരു കാർഡ്ബോർഡ് ഷീറ്റ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് കാർട്ടൺ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലോറൻസിൻ്റെ കാലുകൾ. അപ്പോൾ ഡക്ലിങ്സ് ആദ്യമായിട്ട് കാണുന്ന മൂവിങ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ആകുമ്പോഴേക്കിന് ആ ഒബ്ജക്ട്സുമായിട്ട് ഈ ഡക്ലിങ്സ് ഇംപ്രിൻറ്റഡ് ആയി, അവയ്ക്ക് അതുമായിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടായി എന്നുള്ളതാണ്. നാച്ചുറലായിട്ട് മദറുമായിട്ട് എങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നോ അതേപോലെയുള്ള ബോണ്ടിങ് ഈ പർട്ടിക്കുലർ ഒബ്ജക്ട്സുമായിട്ട് ഉണ്ടായി എന്നുള്ളതാണ്. ഈ ഒബ്ജക്ട്സ് ഇനി എങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, ഒരു റെസ്പോൺസ് ഈ ഡക്ലിങ്സ് ഉണ്ടാക്കും എന്നുള്ളതാണ് കോൺറാഡ് ലോറൻസ് ഒബ്സർവ് ചെയ്തത്. The ducklings followed the first moving object and imprinted to it. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മല്ലാർഡ് ഡക്സിൻ്റെ വെറൈറ്റീസ്, ഒരു ജനറേഷൻ കോൺറാഡ് ലോറൻസിനെ ഫോളോ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഏർലി സ്റ്റേജസിൽ ഈ പറഞ്ഞ ഡക്ലിങ്സ് ഈ ലോറൻസുമായിട്ട് ഇംപ്രിൻറ്റഡ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് പലതരത്തിലുള്ള ഡക്ലിങ്സിനെ ഇംപ്രിൻറ്റഡ് ആക്കാൻ ലോറൻസിന് സാധിച്ചു. അതുപോലെ തന്നെ പല ഒബ്ജക്ട്സുമായിട്ടും ഇംപ്രിൻറ്റഡ് ആക്കാൻ അദ്ദേഹത്തിന് ലാബോറട്ടറി കണ്ടീഷനിൽ സാധിച്ചു എന്നുള്ളതാണ്. പിന്നീട് അവർ ചെയ്തത് ഇതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള മദറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ മദർ ഈ കുട്ടികളെ കാണുമ്പോൾ, ഡക്ലിങ്സിനെ കാണുമ്പോൾ ക്വാക്കിംഗ് ശബ്ദം ഉണ്ടാക്കി. പക്ഷേ ഈ കുട്ടികളൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. കാരണം അവരുടെ ഇംപ്രിൻറ്റിംഗ് മെക്കാനിസം അല്ലെങ്കിൽ ഇംപ്രിൻറ്റിംഗ് ലേണിംഗ് നടന്നത് വേറെ പല ഒബ്ജക്ട്സുമായിട്ടാണ്. അപ്പോൾ മദറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പക്ഷേ മദർ ഈ കുട്ടികളെ കണ്ടപ്പോൾ ശബ്ദമുണ്ടാക്കിയപ്പോൾ പോലും, അവർ വിളിച്ചപ്പോൾ പോലും അവരെന്ത് ചെയ്തില്ല, റെസ്പോണ്ട് ചെയ്തില്ല. അവർ ഏത് ഒബ്ജക്റ്റുമായിട്ടാണോ ഇംപ്രിൻറ്റഡ് ആയിരിക്കുന്നത് ആ ഒബ്ജക്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ മൂവിങ് ടോയ് അല്ലെങ്കിൽ കാർഡ്ബോർഡ്, വീൽസ് ഓൺ കാർഡ്ബോർഡ്, ദെൻ ലോറൻസിൻ്റെ ബൂട്ട്, ഇതുപോലുള്ള ഒബ്ജക്ട്സുമായിട്ട് ഇംപ്രിൻറ്റഡ് ആയിട്ടിരിക്കുന്ന ഡക്ലിങ്സ് ഈ അമ്മയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, അമ്മ ഉണ്ടാക്കിയ ശബ്ദത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു തരത്തിലുള്ള റെസ്പോൺസും കാണിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏർലി ലൈഫിലാണ് ഇത് സംഭവിക്കുന്നത്. മദറും ഓസ്പ്രിങ്ങുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഇംപ്രിൻറ്റിംഗ് ആണ്. ഈ ലാസ്റ്റ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ലൈഫ്. ഇപ്പോൾ ഇങ്ങനെ നടക്കുന്ന ലേണിംഗ് മെക്കാനിസം അത് ആ ഓർഗാനിസത്തിൻ്റെ ബാക്കിയുള്ള ജീവിത കാലഘട്ടം മുഴുവൻ നിലനിൽക്കും. ഇൻഫ്ലുവൻസസ് ദ ബിഹേവിയർ ആസ് ആൻ അഡൽട്ട്. അപ്പോൾ അഡൽട്ട് ആകുമ്പോൾ അതിൻ്റെ ബിഹേവിയറിനെ വളരെയധികം ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ ലാബോറട്ടറിയിൽ റേസ് ചെയ്യുന്ന ഓർഗാനിസംസ്, അതുപോലെ തന്നെ സൂവിലൊക്കെ ക്യാപ്റ്റിവിറ്റിയിൽ റേസ് ചെയ്യുന്ന ഓർഗാനിസംസ്, അവിടെയൊക്കെ ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഏർലി സ്റ്റേജസിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിസംസ് കൂടുതലും ഇംപ്രിൻറ്റഡ് ആയിരിക്കുന്നത് ഈ അവരെ ട്രെയിൻ ചെയ്യുന്നതും അല്ലെങ്കിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഹ്യൂമൻസും ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏർലി സ്റ്റേജസിൽ ഏത് തരത്തിലുള്ള ഇൻഡിവിജ്വൽസ് ആണോ
നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ഒരു ഇംപ്രിൻറ്റിങ് മെക്കാനിസം ഉണ്ടാവുന്നുണ്ട്. അവരാണ് നമ്മളെ കെയർ ചെയ്യേണ്ട വ്യക്തികൾ എന്നുള്ള രീതിയിൽ മൈൻഡിൽ ഒരു ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ഇത് നിങ്ങൾ കാട്ടിലൊക്കെ അകപ്പെട്ടു പോയ, ഏർലി സ്റ്റേജസിൽ അകപ്പെട്ടു പോയ കുട്ടികളെക്കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ചെന്നായിക്കൂട്ടം വളർത്തിയ കുട്ടികൾ, അല്ലെങ്കിൽ കുരങ്ങന്മാർ വളർത്തിയ കുട്ടികൾ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇവരൊക്കെ ഏർലി സ്റ്റേജസിൽ അവർ ഇംപ്രിൻറ്റഡ് ആയിരിക്കുന്നത് അതുപോലുള്ള വൈൽഡ് ആനിമൽസുമായിട്ടാണ്. അപ്പോൾ ആ വൈൽഡ് ആനിമൽസിൻ്റെ ബിഹേവിയറും അല്ലെങ്കിൽ അതിൻ്റെ ചേഷ്ടകളും ഒക്കെ അവർ കാണിച്ചു തന്നിരിക്കാം. അപ്പോൾ ഏർലി സ്റ്റേജസിൽ നടക്കുന്ന ഒരു ബോണ്ടിങ് മെക്കാനിസമാണ് ഇംപ്രിൻറ്റിങ് എന്ന് പറയുന്നത്.